മെക്സിക്കോയിൽ വന്ന് സക്സസ്ഫുള്ളായ ഒരു ബിസിനസ്മാൻ ഒന്നേന്ന് തുടങ്ങി അല്ലേ? എനിക്ക് ചെറുതായിട്ട് തുടങ്ങി. ഇപ്പം 25ഓളം പേറ്റന്റുകൾ തന്നെയുണ്ട്. അതെന്തെല്ലാം ഐറ്റംസാണ് ഈ പേറ്റന്റുകളൊക്കെ എടുത്തത്? അധികം ബാത്റൂം ഐറ്റംസ് ആണ്. പിന്നെ കുറച്ച് ഇല്ലേ ഇൻഡക്ഷൻ സ്റ്റൗ അങ്ങനെയൊക്കെ പാറ്റൻറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ മെജോറിറ്റി എൻ്റെ ഐറ്റംസ് മുഴുവൻ ബാത്റൂമിൽ ഉപയോഗിക്കുന്ന ഷവേഴ്സ്, ടാപ്സ്, മറ്റേതും മറിച്ചതൊക്കെയാണ്. അതെല്ലാം പാറ്റൻറ്റിലാണ്. ഈ ബിസിനസ്സിലേക്ക് വന്ന വഴികളെക്കുറിച്ചൊന്ന് പറഞ്ഞേ. എങ്ങനെയാണ് ഇവിടെ വന്നത്? എങ്ങനെയാണ് ആരംഭം കുറിച്ചത്? ഏകദേശം 37 കൊല്ലം മുമ്പ് മാറ്റൽ ടോയ്സ് എന്ന് പറഞ്ഞൊരു ഇൻ്റർനാഷണൽ കമ്പനി, അവർ ബാർബി ഡോൾസൊക്കെ ഉണ്ടാക്കുന്ന കമ്പനിയാണ്. അവർ ഇന്ത്യയിൽ ഇൻ്റർവ്യൂ ചെയ്തിട്ട് നമ്മളൊക്കെ NDTF പഠിച്ച ആൾക്കാരാണ്. അപ്പോൾ ടൂൾ ആൻഡ് ഡൈ മേക്കിങ്ങിൽ എക്സ്പേർട്സാണ് നമ്മൾ. അപ്പോൾ നമ്മളൊരു 5 പേരെ സെലക്ട് ചെയ്തിട്ട് കൊണ്ടുവന്നു. ഇവിടെ സാന്താകത്തറിയുന്ന സ്ഥലത്തായിരുന്നു അവരുടെ കമ്പനി. ആ കമ്പനിയിൽ ജോലി ചെയ്തു 5 കൊല്ലം. ആ സമയത്താണ് എനിക്കൊരു മോളൊക്കെ ഉണ്ടായത്. എന്നെ എപ്പോഴും ലോകം മുഴുവൻ ചുറ്റിയിട്ട് പലതും നോക്കാൻ വേണ്ടി അയച്ചുകൊണ്ടിരിക്കും. അപ്പോൾ മോളുടെ കൂടെ ഇരിക്കാൻ പറ്റാത്തത് കൊണ്ട് എനിക്ക് റിസൈൻ ചെയ്യേണ്ടി വന്നു. എന്താ വെച്ചാൽ ഞാൻ ചോദിച്ചു അവരോട്, ഞാൻ ഇവിടെ തന്നെ പണിയെടുത്താൽ പോരെ? അല്ല, അവർ പറഞ്ഞു നിൻ്റെ ഇത് അനുസരിച്ച് നോക്കുമ്പോൾ, കഴിവനുസരിച്ച് നോക്കുമ്പോൾ ലോകത്തുള്ള ഫുള്ള് കമ്പനീസും നീ പോയി ചെക്ക് ചെയ്യണം മാറ്റൽ ടോയ്സിൻ്റെ. അപ്പോൾ അങ്ങനെ ആയപ്പോൾ ഒരു രക്ഷയില്ലാത്തതുകൊണ്ട് എനിക്ക് റിസൈൻ ചെയ്യേണ്ടി വന്നു. ഭാര്യ പറഞ്ഞതിനോട് റിസൈൻ ചെയ്യേണ്ട, ആകെക്കൂടി പ്രശ്നം. ഇവിടെ നിന്നാണോ എല്ലാ രാജ്യത്തേക്കും പോയിക്കൊണ്ടിരുന്നത്? ഈ മെക്സിക്കോന്നാ എല്ലാ രാജ്യവും. പക്ഷേ എല്ലാം ഫസ്റ്റ് ക്ലാസ്സിൽ ടിക്കറ്റും തരും, നല്ല ഹോട്ടലിലാണ് താമസിപ്പിക്കൽ, എല്ലാം ചെയ്തിരുന്നവർ മാറ്റൽ ടോയ്സ്. പക്ഷേങ്കിൽ മോള് ജനിച്ച് മോളിൻ്റെ കൂടെ ഇരിക്കണം എന്നൊരു ആഗ്രഹം കൊണ്ട് ഭാര്യ പറഞ്ഞു കേൾക്കാണ്ട് ഞാൻ റിസൈൻ ചെയ്തു. ഏകദേശം 5 കൊല്ലത്തോളം കഷ്ടപ്പാടായിരുന്നു. ചെറിയൊരു വീട്ടിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. സാന്താകത്തറി എന്ന് പറഞ്ഞാൽ തന്നെ ചെറിയൊരു വില്ലേജ് ടൈപ്പായിരുന്നു ആ സമയത്ത്. അവിടുന്ന് കഷ്ടപ്പാട് കൊണ്ട് മെനക്കെട്ട് പണിയെടുത്ത്, അതുമാത്രമല്ല എനിക്ക് ചെറുപ്പം മുതൽക്കേ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് 3 പെങ്ങന്മാരാണ്. അവരെ മുഴുവൻ നന്നാക്കണം. അച്ഛൻ റെയിൽവേയിൽ റിട്ടയർഡായിരുന്നു. അങ്ങനെ പല ടെൻഷനും കൊണ്ട് ഞാൻ മാക്സിമം പണിയെടുത്തിട്ട് 5 കൊല്ലം കഴിഞ്ഞപ്പോൾ എൻ്റെ പ്രശ്നങ്ങൾ മുഴുവൻ കഴിഞ്ഞു. കാർ ഷെഡ് എന്നുള്ളത് വേറൊരു സ്ഥലത്തേക്ക് ഷെഡ് റെൻറ്റിന് എടുത്തിട്ട് പോയി. കാർ ഷെഡിലാണ് ആരംഭിച്ചത്.